ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സിലിക്കൺ മോൾഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനത് ചെയ്യാനായിട്ട് ഗണേശയുടെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗണേശയുടെ ഷേപ്പിലാണ് ഞാനൊരു മോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. കീ ചെയിൻ്റെ ഓരോ ഷേപ്സ് ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ സിലിക്കൺ മോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗണേശയുടെ ഒരു ഷേപ്പിലാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് സിലിക്കൺ സീലൻ്റ് ആണ്. ഇത് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഇതല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്ന് സിലിക്കൺ മേടിക്കാൻ കിട്ടും. ഈ മോൾഡ് ഉണ്ടാകുന്ന സിലിക്കൺ മേടിക്കാൻ കിട്ടും. അതായാലും യൂസ് ചെയ്യാം. ഇതിനൊരു പമ്പ് ചെയ്യാനൊരു ഹാൻഡ് പമ്പ് വരും. അത് ഞാൻ മേടിച്ചിട്ടില്ല. ഒരു ഗണ്ണുണ്ട്, പമ്പല്ല സോറി ഗണ്ണാണ്, അത് ഞാൻ മേടിച്ചിട്ടില്ല. അപ്പം വേണമെങ്കിൽ ആ ഗണ്ണും കൂടെ നമുക്ക് മേടിക്കാം. ഞാൻ ആദ്യം കുറച്ച് ഓയിൽ അപ്ലൈ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നിൽ ഓയിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ആ സിലിക്കൺ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് ഇളകി വരാനായിട്ടാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന കുറച്ച് എണ്ണയാണ്. നമ്മൾ ഈസി വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ലിക്വിഡ് ഒഴിക്കാം. അതിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സോപ്പ്, നമ്മുടെ ഡിറ്റർജൻറ്റിൻ്റെ ലിക്വിഡില്ലേ, തുണി കഴുകുന്ന ഡിറ്റർജൻറ്റിൻ്റെ ലിക്വിഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്ന് വാഷ് ചെയ്യുന്നത്. നമുക്ക് പാത്രം കഴുകുന്ന ഡിഷ് വാഷിൻ്റെ ആ ലിക്വിഡ് യൂസ് ചെയ്യാം, ബട്ട് അതൊരു കൈൻഡ് ഓഫ് സ്മെല്ല് വരും. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ നമ്മുടെ ഡിറ്റർജൻറ്റ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതിലേക്ക് നമ്മൾ നമ്മുടെ എന്താ പറയുക, ആ സിലിക്കണിൻ്റെ ആ ട്യൂബിൽ നിന്ന് അത് സ്ക്വീസ് ചെയ്ത് ഇതിലോട്ട് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഈ മോൾഡ് ചെയ്യാനായിട്ട് ആവശ്യം വരും അത്രയും നമുക്ക് ഇതിൽ നിന്ന് സ്ക്വീസ് ചെയ്ത് ഇതിലോട്ട് കൊടുക്കാം. ഞാൻ മറ്റേ ഗൺ മേടിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ സ്ക്വീസ് ചെയ്യുന്നത്. ബാക്കിൽ നിന്നൊരു എന്താ പറയുക, ഒരു അയണിൻ്റെ റോഡ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പുഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ വരുന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സാധനം വെച്ച് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സിലിക്കൺ ഇതിന് എടുക്കുക. എന്നിട്ട് ഈ സോപ്പ് വാട്ടറിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് കയ്യിലൊട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഈ സിലിക്കൺ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് എന്താ പറയുക, ഒട്ടാത്ത രീതിയിൽ എടുക്കണം. അപ്പം ഞാൻ കുറച്ച് കയ്യിൽ ഡിറ്റർജൻറ്റ് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് വെച്ച് പതുക്കെ ഇതിങ്ങനെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്താ പറയുക, സിലിക്കൺ കയ്യിൽ ഒട്ടാണ്ടിരിക്കാനാണ് ഞാൻ ഈ കയ്യിൽ കുറച്ച് അപ്ലൈ ചെയ്തത്. പിന്നെ കണ്ടില്ല, സോപ്പ് വാട്ടറിലായതുകൊണ്ട് കൈ ഒട്ടുന്നില്ല ഈ സിലിക്കൺ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, മിക്സ് ചെയ്ത് കയ്യിലെടുക്കുക. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നമ്മളിങ്ങനെ പതുക്കെ മിക്സ് ചെയ്ത് ആ കയ്യിലൊട്ടാത്ത രീതിയിലാകുമ്പം അത് പുറത്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ ഗ്ലൂ ഒക്കെ അങ്ങ് പോകും. ഗ്ലൂ മീൻസ് ആ കൈൻഡ് ഓഫ് ഒരു നമ്മുടെ കയ്യിൽ കൊട്ടി വരില്ലേ, അതങ്ങ് പോകും. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഈസിയാണ്, പക്ഷേ എന്താ പറയുക, ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റിക്നെസ് പോകുന്ന വരെ നമുക്ക് പതുക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഫ്രെയിം എടുക്കുക. ഫ്രെയിമിൽ ഓൾറെഡി നമ്മൾ എന്താ പറയുക, ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്യണേ അത്രയും ബെറ്റർ. അപ്പോൾ നമുക്ക് ആ ഫ്രെയിമിലേക്ക് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. എന്താ പറയുക, ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ആദ്യം ഒരുപാട് മുകളിലോട്ടായി പോയി സിലിക്കൺ. അപ്പോൾ നമ്മൾ പതുക്കെ കൈ കൊണ്ട് ഇത് കീറിപ്പോകാനും കൂടെ നോക്കണം. ഈ സിലിക്കൺ വെച്ചാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കുന്ന സമയമാണിത്. അപ്പോൾ നമ്മൾ പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം അപ്ലൈ ചെയ്തപ്പോൾ മുകളിൽ ഒരുപാടായിപ്പോയി. അപ്പോൾ ഞാൻ അതിന് കുറച്ചായിട്ട് പിച്ച് താഴോട്ടും കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല, കാരണം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഒട്ടുന്നില്ല. നമ്മളിപ്പം ആ സോപ്പ് വാട്ടറിന് എടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ കൈ ഒട്ടാതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈ ഒട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴില്ലേ. അപ്പോൾ ഞാൻ പതുക്കെ ചെറുതായിട്ട് താഴോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഗണേശന് ഫുള്ളായിട്ട് ഈ സിലിക്കണിൽ ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് അത് നമ്മുടെ എന്താ പറയുക, ആ ഒരു മോൾഡായി വരാനായിട്ട് നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം ഞാൻ അതിൽ ആ ഒരു സിലിക്കൺ വെച്ച് അപ്ലൈ ചെയ്ത് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 to 3 hours നല്ല എന്താ പറയുക പെട്ടെന്ന് ഒട്ടിക്കിട്ടും. 1.5 hour മതി. എന്നാലും ഞാനൊരു എന്താ പറയുക, ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 to 3 hours പറയുന്നത്. നന്നായിട്ട് ഒട്ടിക്കാര്യം നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാനൊരു 2 to 3 hours ഞാൻ വെച്ചിരുന്നു ഇതിനെ കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ സിലിക്കൺ ഇടയ്ക്കിടയ്ക്കൊക്കെ കൂടിപ്പോയ സ്ഥലത്ത് നിന്ന് ഞാൻ ഇടയ്ക്കൊക്കെ എടുത്തെടുത്ത് താഴോട്ടൊക്കെ അപ്ലൈ കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ലേ, ഇവിടെ നിന്നൊക്കെ കുറേ എടുത്തിട്ട് ഞാൻ വേറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ അപ്ലൈ കൊടുക്കുന്നുണ്ട്. ചിലതൊക്കെ ഭയങ്കരമായിട്ട് തിന്നായിട്ട് പോകും. അപ്പോൾ അവിടെയൊക്കെ നല്ലതായിട്ട്, എന്നാലും നമുക്ക് നമ്മുടെ ലിക്വിഡ് ഒഴിച്ചെടുക്കുമ്പം കിട്ടുള്ളൂ. അപ്പോൾ 2 to 3 hours കഴിഞ്ഞിട്ട് നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് പതുക്കെ വലിച്ചിളക്കി എടുക്കുകയാണ്. തീരെ എന്താ പറയുക, നല്ലൊരു ടൈറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധയോടെ എടുക്കാവുള്ളൂ, കാര്യം കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ഞാനിങ്ങനെ വലിച്ചെടുക്കുന്നത്.
നമ്മൾ എത്രത്തോളം പതുക്കെ പറ്റും അത്രത്തോളം എടുത്താൽ മതി. ഇത് നല്ല ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളകി വരും, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇതിന് ചെറുതായിട്ടൊരു അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഹാർഡ്നെസ് ഉണ്ടായിരുന്നു ഇങ്ങനെ വരച്ചിളക്കിയപ്പം. പിന്നെ കീറി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പതുക്കെ എടുക്കാവുള്ളൂ. അതിൽ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നന്നായിട്ട് ഇളകി വരുള്ളൂ, ഇല്ലെങ്കിൽ കീറി വരാൻ ചാൻസ് ഉണ്ട്. എവിടെയെങ്കിലും തിന്നായി പോയാൽ അവിടെ നിന്ന് കീറി വരാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ സിലിക്കൺ. അപ്പോൾ നമ്മുടെ മോൾഡ് റെഡിയായി. ഇതാണ് നമ്മുടെ ആ ഒരു മോൾഡ്. കറക്റ്റ് ഷേപ്പ് വന്നോന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാവുള്ളൂ. പക്ഷേ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്ന ഗണേശൻ്റെ ഒരു മോൾഡ് വന്നിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ പ്രതീക്ഷിക്കാൻ നന്നായിട്ട് വന്നു. ഇത് ആ ഫ്രെയിമിലുണ്ടായിരുന്ന കുറച്ച് കളറാണ് അതിലായിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ വല്ല ആയിരിക്കണം, എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ പ്രതീക്ഷ വല്ല വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ച് വൈറ്റ് സിമെൻ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ, നമ്മുടെ ഇഷ്ടമുള്ള വൈറ്റ് ഗ്ലൂ ഏതാണ് ആഡ് ചെയ്താൽ മതി. ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എന്താ പറയുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കാര്യം ലംസ് ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ ഈ സിലിക്കൺ മോൾഡിലോട്ട് ഒഴിക്കുന്നത് കൊണ്ട് മറ്റേ കട്ടയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു എന്താ പറയുക നല്ല ഒരു, പക്ഷേ തീരെ ലൂസായി പോകാൻ പാടില്ല. എന്നാൽ നല്ലൊരു എന്താ പറയുക, നമ്മൾ ഈ ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി വരില്ലേ, ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അധികം ലൂസും അല്ല അധികം തിക്കും അല്ല, ആ രീതിയിൽ ഗ്ലൂ ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി, നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. ഇനി ഞാനിത് ഈ സിലിക്കൺ മോൾഡിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യണേ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വാസലിൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഓയിലാണ് ആഡ് ചെയ്യുന്നത്, സോ ദാറ്റ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഏറ്റവും എന്താ പറയുക എളുപ്പം കിട്ടുന്ന സാധനം അത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഞാനിതിലേക്ക് നമ്മുടെ മിക്സ്ചർ, ആ വൈറ്റ് സിമെൻറ്റിൻ്റെ മിക്സ്ചർ ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റ് സിമെൻറ്റ് ഇല്ലെങ്കിൽ POP എടുക്കാം. പിന്നെ വാൾ പുട്ടി ഐ ഡോണ്ട് തിങ്ക് നല്ലൊരു ഓപ്ഷൻ ആണെന്ന്, പക്ഷേ വൈറ്റ് സിമെൻറ്റ് എന്താ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഈക്വലി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക കുറച്ച് വെള്ളം കയ്യിൽ ടാപ്പ് ചെയ്തിട്ട് അതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒട്ടത്തില്ല. ഇങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ വൈറ്റ് സിമെൻറ്റ് ഒട്ടാൻ എനിക്ക് തോന്നുന്നു എന്താ പറയുക ഒരു വെയിലത്ത് വെച്ച് നല്ല 1 മണിക്കൂറിനുള്ളിൽ ഇതായി കിട്ടും. 1 to 2 hours വെയിലത്ത് വെച്ചാൽ നന്നായിട്ട് കിട്ടും. വെയിലില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 to 3 days 4 daysനുള്ളിൽ ഇതിന് ഉണങ്ങി കിട്ടും. പക്ഷേ നല്ല ഉണങ്ങിയിട്ട് ഇതിന് എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസൊക്കെ ഉണ്ട്. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് ഇതുപോലെ എയർ ബബിളൊക്കെ ടാപ്പ് ചെയ്ത് കളയണം. പിന്നെ എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയായി വരുന്നില്ല. അപ്പം ഞാനിത് ഉണക്കാൻ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ ആഫ്റ്റർ 1 to 2 to 3 hours ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പതുക്കെ ഇളക്കുകയാണ്. വൈറ്റ് സിമെൻ്റ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഇളകിപ്പോയ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പതുക്കെ ഇളക്കുകയാണ്. നമുക്ക് വരണുണ്ടോയെന്ന് അറിയണമല്ലോ. സോ നമ്മുടെ ഗണേശയുടെ എന്താ പറയുക മോൾഡ് വെച്ചിട്ടുണ്ടാക്കിയ ഗണേശ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭംഗിയായിട്ട് വരുമെന്ന്. ബട്ട് യെസ്, എന്താ പറയുക ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്താ പറയുക എന്തെങ്കിലും മോൾഡ്, എന്തെങ്കിലും കീ ചെയിൻ്റെ ഷേപ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ലിപ്പൺ ആർട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ആ ഫ്രെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.